തേജസ് വിമാനത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ദുബായിൽ നടന്ന ഈ എയർ ഷോയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫലമാണ് ലഭിച്ചത്. എന്നാൽ ഈ സംഭവം നടന്നതിന് ശേഷം പുറത്തു വന്ന ചില വാർത്തകൾ, ചില അപവാദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒട്ടുമൊത്തമായ തേജസിനെതിരെ വൈരാഗ്യം പടർത്തുക മാത്രമല്ല, പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചു. അടുത്തിടെ നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് ഓയിൽ ലീക്കൊന്നും അല്ല, എൻവയോൺമെന്റൽ കൺട്രോൾ സിസ്റ്റം ആക്ട് ആകുന്നത് കൊണ്ട് ആ കണ്ടൻസേഷൻ പ്രോസസ്സ് കാരണമാണ് താഴെ വെള്ളം ലീക്ക് ആയത് എന്ന്, അതൊരിക്കലും ഓയിൽ ലീക്ക് അല്ല എന്ന്. പക്ഷെ അവിടെയും ഇല്ല, ഓയിൽ ലീക്ക് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, തേജസ് വേസ്റ്റ് ആണ് എന്നൊക്കെ. അതായത് ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും ഈ വിമാനത്തിന് എതിരെയുള്ള, ഈ വിമാനത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് വാർത്തകളിൽ കൂടുതലായും സ്ഥാനം നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ ക്രാഷിനെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയാൻ പോകുന്നത്. ഇത് ടെക്നിക്കൽ തകരാറ് കാരണമാണോ സംഭവിച്ചത്, അതോ ഇത് പൈലറ്റിന്റെ പിഴവ് കൊണ്ടാണോ സംഭവിച്ചത്, അതുമല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കൂടാതെ ഒരു എയർ ഷോയിൽ ഒരു വിമാനം ഇങ്ങനെ ക്രാഷ് ആവുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ സംഭവിച്ച കാര്യം പാകിസ്ഥാൻ ഇത്രയധികം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ദുബായിലെ അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ സംഭവം നടന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നാണിത്. 21-ാം തീയതിയായിരുന്നു ഈ എയർ ഷോയുടെ അവസാന ദിവസം. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം ആദ്യ ദിവസം മുതൽ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മികച്ച ഹൈ ജി മെനുവറുകൾ, നെഗറ്റീവ് മെനുവറുകൾ എല്ലാം തേജസ് അതിമനോഹരമായി അവതരിപ്പിച്ചു. ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലും തേജസിനെ കുറിച്ചുള്ള പോസിറ്റീവ് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ 21-ാം തീയതി രാവിലെ ഏകദേശം ഒരു 10 മണിയോടെ ഒരു നെഗറ്റീവ് മാനുവർ ചെയ്യുന്നതിനിടെ തേജസ് വിമാനം നിലത്തേക്ക് ഇടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ ദാരുണ അപകടത്തിൽ വിമാനം ഓടിച്ചിരുന്ന വിംഗ് കമാൻഡർ നമൻ ചെൻ ഷഹീദായി. വയസ്സ് വെറും 34 മാത്രം. ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും കഴിവുള്ള പൈലറ്റുകളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഇത്തരം പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് വളരെ പരിചയസമ്പന്നരായ വിമാനികൾക്കാണ്. അത്തരം പരിചയസമ്പന്നനായ ഒരു പൈലറ്റായിരുന്നു ഈ നമൻ ചെൻ. ഈ ഒരു ക്രാഷ് നടന്നതിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേന ഉടൻ തന്നെ വിപുലമായ അന്വേഷണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനൊപ്പം വീരമൃത്യു വരിച്ച ഈ വിമാനിയുടെ കുടുംബത്തിനായി എല്ലാ പിന്തുണയും നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരത്തിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും ഇതുവരെയും കൃത്യമായി ലഭിച്ചിട്ടില്ല. എന്നാൽ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ശരിയായി പൂർത്തിയാക്കുമെന്ന് ഇന്ത്യൻ വ്യോമസേന വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞു. ഇത് സംഭവിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനാകില്ല. ഈ ഒരു സംഭവം എന്തുകൊണ്ട് നടന്നു എന്നൊന്നും ഉറപ്പിച്ച് പറയാനാകില്ല. കാരണം അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ വീഡിയോ ഫൂട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫൂട്ടേജ് നോക്കി ചില കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ചിലർ വന്ന് പറയും, നിങ്ങൾ സ്വന്തം രാജ്യത്തിൻ്റെ വിമാനത്തെ മോശമായി കാണിക്കുകയാണോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എന്തും പറയാനൊന്നും ഒരിക്കലും സാധിക്കില്ല. ഈ വീഡിയോയിലൂടെ ടെക്നിക്കലി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. ആദ്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് അവസാനിപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ പോസിബിൾ റീസൺസ് ഒക്കെ നമുക്ക് പറയാം. ഈ വീഡിയോ ഇപ്പോൾ കാണുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേർ ഇത് കണ്ടിട്ടുണ്ടാകും. കാരണം ഇന്റർനെറ്റിൽ മുഴുവനായും വൈറലായി പോയൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതൊരു സബോർഡേജ് ആണ്, അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ, അതുമല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചതി ഇതിൽ ഉണ്ടാകുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അത് പറയാൻ സാധിക്കില്ല. അതിനുള്ള ഒട്ടും സാധ്യതയും ഇല്ല. എയർ ഷോയിൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവും അവർക്കില്ല, കാരണവും ഇല്ല. അതുകൊണ്ട് ഈ ഫോറിൻ കോൺസ്പിറസി നമുക്ക് 100% ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ട് സാധ്യത മാത്രമാണുള്ളത്. ഒന്നുകിൽ ടെക്നിക്കൽ തകരാർ, അതായത് ഈ എൻജിൻ ഫെയിലിയർ, ആ വിമാനത്തിലെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു തകരാറ്. അതുമല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം പൈലറ്റ് എറർ, അല്ലെങ്കിൽ പൈലറ്റ് ജി ലോക്ക് ആയിട്ടുണ്ടാകാം. വിമാനം പറത്തിയപ്പോൾ ശ്രദ്ധക്കുറവ് കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ ജി ലോക്ക് എന്ന് പറയുമല്ലോ, ഈ മെനുവർ ചെയ്യുമ്പോൾ ബോധം നഷ്ടമാവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. ഇതിനൊക്കെയാണ് സാധ്യത. ആദ്യം നമുക്ക് ഈ വീഡിയോ അനലൈസ് ചെയ്യാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും തേജസ് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലാണ് പറക്കുന്നത്. ക്രാഷ് സംഭവിച്ചതും ലോ ആൾട്ടിറ്റ്യൂഡ് നെഗറ്റീവ് മാനുവർ എടുക്കുമ്പോഴാണ്. നെഗറ്റീവ് ജി മാനുവർ ഇപ്പോൾ എന്താണെന്ന് ചോദിക്കാം.
വിമാനം നേരെ പറക്കുമ്പോൾ താഴോട്ട് ഭൂമിയുടെ ദിശയിലോട്ട് വേഗത്തിൽ മുന്നോട്ടിറങ്ങുന്ന ഒരു മൊമെൻ്റാണ്. അതാണ് തേജസ് ചെയ്തത്. വിമാനം വലതുവശത്തേക്ക് റോള് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഏകദേശം ഒരു 1.5 സെക്കൻഡ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു റോൾ. പക്ഷേ അതിനുശേഷം സ്റ്റഡി ആകാൻ ശ്രമിക്കുമ്പോഴാണ് ആൾട്ടിറ്റ്യൂഡ് നഷ്ടമായി വിമാനം തറയിലിടിച്ചിറങ്ങുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ടെക്നിക്കൽ തകരാറിൻ്റെ യാതൊരു തെളിവും കാണിക്കുന്നില്ല. പിന്നീടുള്ള അന്വേഷണത്തിൽ കിട്ടുന്ന റിപ്പോർട്ട് മാത്രമേ അതിനെ സ്ഥിരീകരിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൃശ്യമായി നോക്കിയാൽ ഒരു ടെക്നിക്കൽ മാൽ ഫംഗ്ഷൻ്റെ ചാൻസ് ഇല്ല. ഇനി ബാക്കിയുള്ളൊരു സാധ്യത പൈലറ്റിൻ്റെ എറർ അല്ലെങ്കിൽ G-LOC. പൈലറ്റിൽ ഒരു കുറ്റം ചുമത്തപ്പെടണം എന്നുള്ളതാണോ ലക്ഷ്യം? അല്ലെങ്കിൽ പൈലറ്റിനെ എന്തിനിവിടെ കുറ്റം പറയുന്നു എന്നൊക്കെ ചിലർ ചോദിക്കാം. സത്യം പറയുകയാണ്, പൈലറ്റിനെ ഇവിടെ ഒരു കാരണമായി ആരും പറയുന്നില്ല. പക്ഷേ പൈലറ്റിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു പക്ഷേ ആപത്തുണ്ടാക്കിയിട്ടുണ്ടാകാം. അത് അദ്ദേഹം അറിഞ്ഞു ചെയ്യണമെന്നുള്ളൊരു ആവശ്യമേ ഇല്ല. നിങ്ങൾ വീട് നന്നായിട്ടൊന്ന് നോക്കുക. ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് മാനുവർ ചെയ്യുക എന്നത് അത്ര സാധാരണ കാര്യമേ അല്ല. ഈ ലോ ആൾട്ടിറ്റ്യൂഡ് മാനുവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡിനെ കുറിച്ചുള്ള റീഡിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എല്ലാവർക്കും ഒരു ചോദ്യം വരണം, അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് മീറ്റർ അവിടെ പ്രവർത്തിച്ചില്ലേ, അത് വാണിംഗ് നൽകിയിട്ടുണ്ടാകണമല്ലോ എന്ന്, പിന്നെ എന്തുകൊണ്ട് പൈലറ്റ് അത് ഗസ് ചെയ്തില്ല എന്ന്. ഇതിനൊരു കാര്യം പറയാം. ഇങ്ങനെ എയർ ഷോയിൽ പങ്കെടുക്കുന്ന യുദ്ധവിമാനങ്ങൾ അവരുടെ ആൾട്ടിറ്റ്യൂഡ് വാർണിംഗ് സിസ്റ്റം ഓഫ് ചെയ്തിട്ടുണ്ടാകും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ വളരെ ഗ്രൗണ്ടിനടുത്തിങ്ങനെ പറക്കുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് വാർണിംഗ് ഉണ്ടാകും. ഇപ്പോഴുള്ളതെല്ലാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലൂടെ, വിമാനം ഡിജിറ്റൽ കൺട്രോളിലൂടെ ആണെങ്കിലും വാർണിംഗ് നൽകിയിട്ടുണ്ടാകും. അങ്ങനെ വാർണിംഗ് സിസ്റ്റം ഓൺ ആയാൽ വിമാനത്തിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ കൺട്രോൾ സിസ്റ്റം, വാർണിംഗ് സിസ്റ്റം സാധാരണ ഓഫ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള മെനുവറുകൾ ചെയ്യുക. പൈലറ്റ് നിശ്ചിത ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നും കൂടുതൽ താഴോട്ട് ഡിസെൻഡ് ആകരുത്. ആൾട്ടിറ്റ്യൂഡ് കൃത്യമായി വായിക്കുമ്പോഴാണ് അത് സാധിക്കുക. അവിടെ എന്തെങ്കിലും ഒന്ന് മിസ്റീഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കണക്ക് കൂട്ടുന്നതിൽ ഒരു ചെറിയ പിഴവുണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ റോളിംഗ് മാനുവർ ഫിനിഷ് ചെയ്ത ശേഷം ഈ ഒരു വിമാനത്തെ ഹൈറ്റിലേക്ക് തിരിച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ അപകടം നടന്നിരിക്കാം. കാരണം റോളിംഗ് പൂർത്തിയാക്കുന്നതും ഈ വിമാനത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും ക്രാഷ് ചെയ്യുന്നതും ഇതിനിടയിലുള്ള സമയം ഒരു സെക്കൻഡിന് താഴെ മാത്രമാണ്, മൈക്രോ സെക്കൻഡുകൾ. അതുകൊണ്ട് അത്ര കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ആ വിമാനത്തെ നിലനിർത്താൻ കഴിയാതെ പോയിട്ടുണ്ടാകാം. വീഡിയോ വീണ്ടും നോക്കിയാൽ കാണാം, റോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് സംശയകരമായി ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനി G-LOC ആകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ഒരു ചെറിയ ശ്രമവും അവസാന നിമിഷത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയാൻ മറ്റൊരു കാരണം, വീഡിയോയിൽ വിമാനം ആ നിലത്തിടിക്കുന്നതിന് 1-2 നിമിഷങ്ങൾക്ക് മുൻപ് അതൊരു ചെറിയ ഉയർച്ച ഒന്ന് അസെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പൈലറ്റ് അവസാനം വരെയും ആ വിമാനത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സമയം വളരെ കുറഞ്ഞു പോയി. അവസാന നിമിഷത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഭീകര അപകടം സംഭവിച്ചത്. ഇതിൻ്റെ വിശകലനത്തിലാണ്. വീഡിയോ കാണുന്ന പലർക്കും ഇതേ നിഗമനത്തിൽ എത്താനും കഴിയും. ലോ ആൾട്ടിറ്റ്യൂഡിൽ മാനുവർ ചെയ്യുമ്പോൾ വിമാനം കൺട്രോളിൽ നിന്നും പോകാൻ അധിക സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും അപകടം നടന്നു കഴിഞ്ഞു. വീരമൃത്യു മരിച്ചത് നമ്മുടെ ധീരനായ പൈലറ്റാണ്. ഇത് ഇന്ത്യക്ക് വളരെ ദുഃഖകരമായൊരു ദിനം തന്നെയാണ്. സാധാരണ ഒരു ക്രാഷ് സംഭവിച്ചാൽ പോലും പ്രചാരണവും തെറ്റായ വാർത്തകളും പട്ടാളം പോലെയാണ് പരക്കുക. പക്ഷേ ഇവിടെ ദുബായ് ഇന്റർനാഷണൽ എയർ ഷോ ആണ്. ലോകരാജ്യങ്ങൾ മുഴുവനും കണ്ണോടിക്കുന്ന വേദിയിൽ നമ്മുടെ ഇൻഡിജിനസ് ഫൈറ്റർ ജെറ്റ് അവസാന ദിവസം ഇങ്ങനൊരു അപകടം സംഭവിച്ചാൽ തീർച്ചയായും അത് ദുർഭാഗ്യകരമാണ്. ഇതിൽ ഇന്ത്യക്ക് ചില രാഷ്ട്രീയ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിലും മോശമായൊരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഒരു പാകിസ്ഥാൻ ജേർണലിസ്റ്റ് ഈ ക്രാഷ് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വിമാനം ഇടിച്ച നിമിഷം അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം ചിരിച്ചു. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ചിരിക്കുന്നത് മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും താഴ്ന്നൊരു മനോഭാവമാണ്. അവർക്കറിയാം പൈലറ്റ് ഇജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം അവസാന നിമിഷം വരെയും ആ വിമാനത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. അതാണ് അദ്ദേഹം ഇജക്റ്റ് ചെയ്യാത്തതിന് കാരണം. അത് കണ്ടിട്ടും ചിലർ ചിരിക്കുകയാണ്. ഇവരിൽ നിന്നും ഇതിലും കൂടുതൽ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനമേ ഉണ്ടാകാനില്ല. ഇതിനും മുകളിൽ ചിലർ പറയുന്നുണ്ട് ഓയിൽ ലീക്ക് കാരണമാണ് ക്രാഷ് സംഭവിച്ചത് എന്നൊക്കെ. പക്ഷെ ഞാൻ 2 ദിവസം മുൻപ് പറഞ്ഞതുപോലെ ഇത് ഓയിൽ ലീക്ക് അല്ല, ഈസിയസ് കണ്ടൻസേഷൻ. ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ വിമാനം ഒരിക്കലും പറക്കുമായിരുന്നില്ല, ആദ്യ ദിവസം തന്നെ ക്രാഷ് ആയേനെ. അത്ര വലിയൊരു ഓയിൽ ലീക്ക് നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഈ വിമാനം പെർഫെക്റ്റ് ആയി പെർഫോം ചെയ്യുമായിരുന്നില്ല. JF-17ലും ഇതേ രീതിയിലുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരാളും വാതുറക്കുന്നില്ല. കാരണം അത് പാകിസ്ഥാന്റെ ജെറ്റ് ആണല്ലോ. ഇവിടെ വന്ന നമ്മുടെ വിമാനത്തിന്റെ ക്രാഷിനെ കുറിച്ച് ആഘോഷം നടത്തുകയാണെങ്കിൽ
താങ്കളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഒന്ന് പരിശോധിക്കുക തന്നെ വേണം. അതും നമ്മുടെ സ്വന്തം പൈലറ്റ് ജീവൻ ത്യജിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു സാധാവികാരത്തിലല്ല, ഒരു ടെക്നിക്കൽ വശത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനൊരു വലിയ നഷ്ടം തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ നമ്മൾ വർഷങ്ങളായി നിർമ്മിച്ച ഒരു ഇൻഡിജിനസ് ഫൈറ്റർ ജെറ്റ് അത് നഷ്ടപ്പെടുക ഒരു ഹെവി സെറ്റ് ബാക്ക് തന്നെയാണ്. പക്ഷേ അതിനെ മറികടക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട്, അതിൽ സംശയിക്കേണ്ടതേ ഇല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ചിലർ കാണിക്കുന്ന റിയാക്ഷൻ അതിനെയൊക്കെ മെൻ്റലി സിക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അത് കണ്ടിട്ട് സന്തോഷിക്കുന്നത് അത് ഏത് രാജ്യക്കാരനാണെങ്കിലും അത് തെറ്റാണ്. ഞാനീ പറയുന്നത് ഈ ഡിഫൻസ് ടെക്നോളജി നമ്മൾ നേരിടുന്ന റിയൽ ടൈം പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതിപ്പോൾ ഏത് രാജ്യത്തെക്കുറിച്ചായാലും പറയേണ്ടി തന്നെ വരും. സത്യം പറയുന്നതാണ് നമ്മുടെ ജോലി. തേജസിൻ്റെ ക്രാഷ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവർക്ക് മറ്റൊരു ഡാറ്റ വ്യക്തമായി കാണിക്കാം. തേജസ് മാത്രമാണ് കഴിഞ്ഞ 20 വർഷത്തെ സർവീസിൽ മൊത്തം 2 ക്രാഷ് ഇൻസിഡൻസ് മാത്രം നേരിട്ടത്. ലോകത്തിലെ മറ്റ് സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഈ എണ്ണം അസാധാരണമായും കുറവാണ്. ഇതിനു വേണ്ടി ഒരു താരതമ്യം പറയാം, മറ്റ് ക്രാഷ് ഹിസ്റ്ററീസ് പറയാം. F-35 US-ൻ്റെ F-35 12 ക്രാഷസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അടുത്ത US-ൻ്റെ F-22 റാപ്റ്റർ 7 ക്രാഷസ് ആണ് സംഭവിച്ചത്. അമേരിക്കയുടെ തന്നെ F-16 500-ൽ കൂടുതൽ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി റഷ്യയുടെ MiG-21 വിമാനം 1200-ലധികം ക്രാഷസ് നേരിട്ടിട്ടുണ്ട്. ചൈനയുടെ J-15 വിമാനങ്ങൾ 300-ൽ കൂടുതൽ ക്രാഷസ് ആണ് സംഭവിച്ചത്. ഫ്രാൻസിൻ്റെ റഫേൽ 4-ൽ കൂടുതൽ ക്രാഷസ്. യൂറോ ഫൈറ്റർ ടൈഫൂൺ 24-ൽ കൂടുതൽ ക്രാഷസ് ആണ്. UK-യുടെ ജാഗ്വാർ 42-ൽ കൂടുതൽ ക്രാഷസ്. പാകിസ്ഥാൻ്റെ JF-17 ഇപ്പോൾ ഈ കളിയാക്കിക്കൊണ്ടിരുന്നല്ലോ ആ ഒരു ഫൈറ്റർ ജെറ്റ് 7 തവണ ക്രാഷ് ആയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ JF-17 മാത്രം 7 തവണ ക്രാഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ ക്രാഷ് ഹിസ്റ്ററി ഉള്ളത് ഇന്ത്യയുടെ തേജസിന് മാത്രമാണ്. ഇനി എയർ ഷോ ക്രാഷുകളുടെ ഉദാഹരണങ്ങൾ കൂടെ എടുത്തു നോക്കാം. പോളണ്ട് അടുത്തിടെ ഒരു എയർ ഷോ നടത്തിയിരുന്നു. ഈ എയർ ഷോയിൽ റിഹേഴ്സൽ നടത്തുമ്പോൾ പോളണ്ടിന്റെ വ്യോമസേനയിലെ ഒരു വിമാനം, ഒരു F-16 വിമാനം ഈ റിഹേഴ്സൽ സമയത്ത് ലോ ആൾട്ടിറ്റ്യൂഡ് മാനുവർ ചെയ്യുമ്പോൾ ക്രാഷായി. ഇനി പാകിസ്ഥാൻ 2020-ൽ ഒരു എയർ ഷോ നടത്തിയിരുന്നു. ആ സമയത്ത് F-16 വിമാനം ലോ ആൾട്ടിറ്റ്യൂഡ് -0 ശ്രമിക്കുമ്പോൾ ക്രാഷായി. ഇതിൽ വിംഗ് കമാൻഡർ നോമാൻ അക്രം മരിച്ചു. കൂടാതെ 2015-ൽ ഷോറാം എയർ ഷോയിൽ UK-യുടെ ഹോക്കർ ഹണ്ട് താഴെ വീണ് പൊട്ടിത്തെറിച്ചു. അതിൽ 11 പേർ മരിച്ചിട്ടുണ്ട്, പൈലറ്റ് ഉൾപ്പെടെയാണ്. അതുപോലെ 2022-ൽ ഉക്രൈനിൽ ഒരു എയർ ഷോ നടന്നപ്പോൾ SU-27 ക്രാഷായി. ഇതിൽ 27 പേർ മരിച്ചു. അപ്പോൾ എയർ ഷോസിൽ ഇത്തരം അപകടങ്ങൾ ലോകമെമ്പാടും സംഭവിച്ചിട്ടുള്ളതാണ്. എന്നും പറഞ്ഞ് ഞാൻ തേജസ് ക്രാഷിനെ അങ്ങനെ ന്യായീകരിക്കുകയല്ല. റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ യഥാർത്ഥ കാരണം അറിയാൻ സാധിക്കൂ. പൈലറ്റ് എറർ കൊണ്ടാണോ ടെക്നിക്കൽ ഫോൾട്ട് കാരണമാണോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ അവിടെയും ചിലരുണ്ട് ഈ തേജസ്സിനെ കോർണർ ചെയ്യാൻ ഇങ്ങനെ ഓരോ കാരണങ്ങളായി അന്വേഷിക്കുന്നവർ. അവരോട് ഒരു കാര്യം വ്യക്തമായി പറയാം, പന്തയത്തിൽ ഓടുന്ന കുതിരയ്ക്ക് മാത്രമേ ജയിക്കാനാവുകയുള്ളൂ അല്ലെങ്കിൽ തോൽക്കാനുമാവുകയുള്ളൂ. വെറുതെ നോക്കി കൈയടിക്കുന്ന കുതിരകൾക്ക് ഒരിക്കലും റേസിൽ അങ്ങനെ ഇറങ്ങി ഓടാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് ഈ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ഫൈറ്റർ ജെറ്റ്സും. ഇന്ത്യക്ക് സ്വന്തം ഫൈറ്റർ ജെറ്റ്സ് പ്രോഗ്രാം ഉണ്ട്. 20 വർഷത്തിൽ 2 ക്രാഷ് മാത്രമേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ നൽകാൻ ഒരു ഇൻഡിജിനസ് ജെറ്റ് പോലും ഇല്ല. അതുകൊണ്ട് സൈഡ് ലൈനിൽ ഇരുന്നിങ്ങനെ പരിഹസിക്കാനൊക്കെ ആർക്കും സാധിക്കും. പക്ഷേ മത്സരിക്കാൻ, ട്രാക്കിലേക്ക് ഇറങ്ങാൻ ഇതുവരെയും ഇന്ത്യക്ക് ഈക്വൽ ആകാനുള്ള ഒരു ജെറ്റ് പോലും പാകിസ്ഥാനില്ല. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സ്വന്തം പ്രോജക്റ്റ് കൊണ്ടുവന്ന് ട്രാക്കിൽ ഇറക്കുക. അന്ന് നമുക്ക് സൈഡ് ബൈ സൈഡ് താരതമ്യം നടത്താം. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.